الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ പുണ്യമാക്കിയ നാളുകളിലൂടെയാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഹജ്ജിന്റെ മാസങ്ങളായി അറിയപ്പെടുന്ന മാസമാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഇതിൽ ദുൽഖഅദ മാസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലെ നന്മകൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ നൽകുകയും ഇതിൽ ചെയ്യുന്ന തിന്മകൾ വളരെ ഗൗരവത്തോടു കൂടി അള്ളാഹു കാണുകയും ചെയ്യും എന്ന ബോധ്യം നമുക്കുണ്ടാവണം. യാതൊരു തരത്തിലുള്ള പിണക്കങ്ങളോ കലാപങ്ങളോ കാലുഷ്യങ്ങളോ സംഘടനകളോ ഉണ്ടാവാൻ പാടില്ലാത്ത മാസങ്ങളാണ് ഈ മാസം. നമ്മുടെ രാജ്യവും അയൽരാജ്യവുമായി നടക്കുന്ന സംഘടനം അള്ളാഹു നീതിപൂർവവും അത് സമാധാനപൂർവമാക്കി അവസാനിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ ഹജ്ജിന് ആളുകൾ പോകുകയും അതുപോലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും എല്ലാം ചെയ്യുന്ന സന്ദർഭമാണിത്. ചിലരൊക്കെ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു, ചിലർ പുറപ്പെടാനായിരിക്കുന്നു. അള്ളാഹുവിനുള്ള ആരാധനാ കർമ്മങ്ങളിൽ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ് ഹജ്ജ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർത്തിയിട്ടുള്ളത് 5 കാര്യങ്ങളിലാണ് എന്ന്.
ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് സാക്ഷ്യം വഹിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ തിരുദൂതനാണ് എന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക, അഥവാ തൗഹീദ് സുന്ന. ഇതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായിട്ടുള്ളത്. രണ്ടാമതായിട്ടുള്ളത് വഇഖാമിസ് സ്വലാത്തി, നമസ്കാരം നിലനിർത്തുക എന്ന്, വഇതാഇസ് സകാത്തി വതസൂമ റമളാനി വതഹജ്ജൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. പിന്നെ സകാത്തും നോമ്പും ഹജ്ജും ഒക്കെയാണ്. ഇതിൽ ചില ഹദീസുകളിൽ ഹജ്ജിനെ 4-മതായും നോമ്പിനെ 5-മതായും എണ്ണിയത് കാണാൻ കഴിയും. അതുപോലെ നോമ്പിനെ 4-ഉം ഹജ്ജിനെ 5-ഉമായിട്ട് എണ്ണിയത് കാണാൻ കഴിയും. വിശ്വാസികള് സലഫുകളെല്ലാം പരിഗണിക്കുന്നത് 5-മതായി എണ്ണിയ ആ കാര്യത്തെയാണ്. ആളുകൾ പറയാറുണ്ട് അവസാനമാണ് ഹജ്ജ്, അവസാനമായി ഹജ്ജ് എണ്ണുന്നത് അതിന് പ്രാധാന്യം കുറഞ്ഞത് കൊണ്ടല്ല, നമ്മൾ സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള നിലക്കല്ല, മറിച്ച് ആദ്യ 4 കാര്യമുള്ളവനെ 5-മത് ഹജ്ജുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യ 4 ഗുണങ്ങൾ ഇല്ലാത്ത മുസ്ലിമിന് ഹജ്ജില്ല, അഥവാ തൗഹീദ് ഇല്ലാതെ. ഇസ്ലാമിന്റെ അടിത്തറ അത് തൗഹീദാണ്. തൗഹീദ് ഇല്ലാത്തവന്റെ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ 2-മത് സുന്നത്ത്, എന്തൊരു ഇബാദത്തും പ്രവാചക ചര്യയിലൂടെ, പ്രവാചക മാതൃകയില്ലാതെ അതും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ നമസ്കരിക്കാത്തവന് ഹജ്ജ് ചെയ്തിട്ടൊരു പ്രയോജനമില്ല, അവന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കില്ല. കാരണം നമസ്കാരം ഒഴിവാക്കുന്നവൻ കാഫിറാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ, സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കുകൾ, ഫവൈലുൽ മുശ്രിക്കീൻ അല്ലദീന ഹും ലാ യഅതൂന സക്കാ, സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കുകൾക്ക് മഹാനാശം എന്ന് അള്ളാഹു ശപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാത്തവനും ഹജ്ജില്ല. അതുപോലെ തന്നെ നോമ്പെടുക്കാത്തവൻ, റമദാൻ മാസം വന്ന് അതിൽ പാപം പൊറുക്കാതെ, ആ നോമ്പ് വേണ്ടതുപോലെ തഖവയില്ലാതെ റമദാൻ പിരിഞ്ഞു പോയാൽ അവൻ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടട്ടെ എന്ന് ജിബ്രീൽ ഇസ്ലാം പ്രാർത്ഥിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ റമദാനിൽ നോമ്പെടുക്കാത്തവനും ഹജ്ജില്ല. അപ്പൊ ഈ 4 കാര്യങ്ങളും ഗുണങ്ങളും തികഞ്ഞവനാണ് ഹജ്ജുള്ളത്. ഈ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഓരോ യോഗ്യതകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. തൗഹീദ് ഉൾക്കൊള്ളുന്നതിന് ഒരു യോഗ്യതയില്ല. എല്ലാ മനുഷ്യരും അത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും പ്രവാചക സുന്നത്തിലൂടെയും പോകൽ നിർബന്ധമാണ്. എന്നാൽ നമസ്കാരം ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള എല്ലാ മുസ്ലിമിനും നമസ്കാരം നിർബന്ധമാണെന്നൊരു നിബന്ധന അവിടെ വെച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് നമസ്കാരം നിർബന്ധമില്ല. അതേപോലെ തന്നെ അശുദ്ധിയുടെ വേളയിൽ സ്ത്രീകൾക്കില്ല. അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ കോമയിലോ അല്ലെങ്കിൽ ഭ്രാന്തിലോ ഉള്ള ആളുകൾക്ക് നമസ്കാരം നിർബന്ധമില്ല. അതേപോലെ തന്നെ സക്കാത്ത് സമ്പത്തുള്ളവൻ നിസ്സാബെത്തിയാൽ കൊടുത്താൽ മതി. നോമ്പ് ആരോഗ്യമുള്ളവൻ എടുത്താൽ മതി. നോമ്പെടുക്കാൻ ആരോഗ്യമില്ലാത്തവൻ കഴിയുമെങ്കിൽ ഫിദിയ കൊടുക്കുക. അപ്പോൾ ഇനി 5-മത്തത് ഹജ്ജ്. ഹജ്ജിന് പറഞ്ഞ് മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അതിന് സാധ്യമാകുന്നു. മൻ ഇസ്തതാഅ, ആർക്ക് സാധ്യമാകുന്നു അവർ. എതിലേക്ക് ഇലൈഹി, അതിലേക്ക് സബീല, അവന് ഉള്ള മാർഗം സാധ്യമാകുന്നു. അതായത് യാത്ര ചെയ്യാനുള്ള മാർഗം സുരക്ഷിതമായിരിക്കുക, യാത്ര പോയി വരുന്നത് വരെ ഉള്ള ചെലവ് അവന്റെ കയ്യിൽ ഉണ്ടാവുക, പോകാനുള്ള ആരോഗ്യം ഉണ്ടാവുക, ഇതൊക്കെയാണ് അവന് ഹജ്ജ് നിർബന്ധമാകാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ധാരാളം ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനാണ് എങ്കിൽ അവർ ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര സമ്പത്ത് നൽകിയാലും ആരോഗ്യം നൽകിയാലും അള്ളാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇബാദത്ത് ചെയ്യാൻ പറ്റൂ, അല്ലെ? ചില ആളുകൾക്ക് സമ്പത്ത് കൂടുന്തോറും
ഇന്നുണ്ടാവുക. പിന്നെ അവർക്ക് പള്ളിയിൽ വരാൻ സമയം ഉണ്ടാവില്ല, കുടുംബ ബന്ധം പാലിക്കാൻ സമയം ഉണ്ടാവില്ല, മരിച്ചോടത്ത് പോകാൻ സമയം ഉണ്ടാവില്ല, ജമാഅത്ത് നിസ്കാരത്തിന് സമയം ഉണ്ടാവില്ല, വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിലെത്താൻ സമയം. കാരണം ബിസിനസ്സാണ്, തിരക്കാണ്, ജോലിയാണ്, അവന്റെ സമ്പത്ത് അവനെ തടഞ്ഞു നിർത്തുക. അപ്പൊ അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടാവണം. അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായിട്ട് അല്ലെങ്കിൽ ദാഇയായിട്ട് യമനിലേക്ക് നിശ്ചയിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു തട്ടിക്കൊണ്ട് പറയുണ്ടായി, അതിന് മുമ്പ് സഫിന്റെ ഇടയിലൊക്കെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. ഇത് നമ്മൾ ഗാനമേള കേൾക്കാനിരിക്കല്ല, പള്ളിയല്ലേ, ഒന്ന് അടുത്തിരുന്ന് ഒന്ന് ഒട്ടിയിരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. വിശ്വാസികൾ ഒട്ടിയിരിക്കുമ്പോൾ സ്നേഹം വർദ്ധിക്കുന്ന, ഒട്ടിയിരിക്കണം എന്നാ. ഒന്ന് അടുത്തിരുന്ന ഒരു സഫിലേക്ക് ഒരാൾ കയറിയിരിക്കും, ഒരാൾ കയറി. ഇപ്പൊ തന്നെ ആളുകൾ മുകളിലേക്ക് കയറുകയാണ്. നമുക്ക് മാത്രം സുഖമായിരുന്നാൽ പോരല്ലോ, അല്ലെ? അതുകൊണ്ട് മാക്സിമം ആളുകളെ ഇപ്പൊ ഈ സഫിലേക്ക് അടുത്തിരുന്ന ഒരാൾ കയറി കയറി. ഇത് ഖത്തീബ് പറയുമ്പോ കുഴപ്പമില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അയാളുടെ ജുമാ പോയി. നിങ്ങളിൽ ആരെങ്കിലും ഒരാളാണത് പറയുന്നത്, അയാളെ ജുമാ നഷ്ടമായി, അയാളെ ഖുത്ബ നഷ്ടമായി. പക്ഷെ ഞാൻ പറഞ്ഞ നഷ്ടാവില്ല, കാരണം ഖത്തീബിന് അത് പറയാനുള്ള അനുവാദം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒരാൾ കയറിയിരിക്കണം, അതിന് കയറിയിരിക്കും. അങ്ങനെ സഫുകളൊക്കെ വൃത്തിയാക്കിക്ക് സാധനം. ഇത് ദേഷ്യം കൊണ്ട് പറയണല്ല, നിങ്ങൾക്ക് പുണ്യം കിട്ടാനും വരുന്ന ആളുകൾക്ക് പുണ്യം കിട്ടാനാണ്. അങ്ങനെ മനസ്സിലാക്കിയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ ഒരു നന്മ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇബ്രാഹിം പറഞ്ഞു, മുആദേ, ഞാൻ നിനക്കൊരു ദിക്ർ പറഞ്ഞുതരാം, അത് 5 നേരം നമസ്കാരത്തിന് പ്രാർത്ഥിക്കണമെന്നാണ്. اللهم أعني على ذكرك وشكرك وحسن عبادتك. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥന, പക്ഷെ അധികം ആളുകളതിന് വളരെ നിസ്സാരമായിട്ട് വിടാറ, ചൊല്ലലില്ല. അല്ലാഹുമ്മ അഅ്നി, അല്ലാഹ് നീ എന്നെ സഹായിക്കണേ, അലാ ദിക്രിക, നിന്നെ ഓർമ്മിക്കാൻ, ജീവിതത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മ ഉണ്ടാവാൻ എന്നെ നീ സഹായിക്കണേ പഠിച്ചോനെ. വശുക്രിക, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. എത്ര ആളുകൾ അല്ലാഹ് കൊടുത്ത അനുഗ്രഹം നന്ദി കെട്ടവരായി ജീവിക്കുന്നത്, അല്ലെ? വഹസ്ന ഇബാദത്തിക, ഏറ്റവും നന്നായിട്ട് ഇബാദത്ത് ചെയ്യാൻ നീ എന്നെ അനുഗ്രഹിക്കണേ. അപ്പോഴാണ് സമയത്തിന് ജമാഅത്തിന് പങ്കെടുക്കാനും നിസ്കരിക്കാനും, അതുപോലെ സമയത്തിന് സക്കാത്ത് കൊടുക്കാനും, റമളാനിലെ ഇബാദത്തുകൾ ചെയ്യാൻ സമയം കണ്ടെത്താനും, പൈസ ഉണ്ടായ, ആരോഗ്യം ഉണ്ടായാൽ വേഗം ഹജ്ജിന് പോകാനൊക്കെ അള്ളാഹിന്റെ സഹായം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ ഇബാദത്തുകൾ നന്നായി ചെയ്യാൻ കഴിയണമെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക എന്നുള്ള പ്രാർത്ഥന നമ്മൾ എപ്പോഴും നിർവഹിക്കണം. അള്ളാഹു നമുക്ക് എത്രയും ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്ക് എത്രയും വേഗം ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഹജ്ജിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രയും വേഗം ആ മക്കയിലെത്തണം, കഅബയിലെത്തണം എന്ന ആഗ്രഹമുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഒരു ഉംറ ചെയ്തിട്ട് വന്ന ആളുകൾ പിന്നെ ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മുഅ്മിനുകൾക്ക് എല്ലാവർക്കും വീണ്ടും അങ്ങോട്ട് ചെല്ലണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ കഅബാലയത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് 5 കാര്യങ്ങളിൽ ഒന്നാണ് ഇസ്ലാം പടുത്തുയർത്തിയതാണ്. കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവൻ ഇസ്ലാമിന്റെ ഒരു തൂണിനെ ഉടച്ചവനാണ്. അവനക്ക് ഇസ്ലാമിൽ 4 തൂണേ ഉള്ളൂ, ചെരിഞ്ഞിട്ടാണ് നിൽക്കണം അവന്റെ ദീന്. അതുകൊണ്ട് തന്നെ അവന് ആ ചെരിവ് ഖബറിലും മഹ്ശറിലൊക്കെ ഉണ്ടാവും, ആ ചെരിവ് അവസാനം നരകത്തിലേക്ക് എത്തും. അതുകൊണ്ട് മനഃപൂർവ്വം ഒരാള് ഹജ്ജ് ഒഴിവാക്കാൻ പാടില്ല. ഹജ്ജ് ചെയ്യാതെ ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ മക്കൾ അല്ലെങ്കിൽ അയാളുടെ വേണ്ടപ്പെട്ടവർ അയാൾക്ക് ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് നരകം ഉറപ്പാണ്. അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കൾ പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം മക്കൾ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് വിളംബരം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചതാണ്. ഹജ്ജിന് വിളിച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബിയാണ് വിളിച്ചത്. അള്ളാഹ് പറയുന്നു, ഹജ്ജിലേക്ക് വിളിക്കൂ നിങ്ങൾ ആളുകളെ, ആളുകളാ അതിലേക്ക്, ജനങ്ങൾ അതിലേക്ക് അവർ വരട്ടെ. എല്ലാ മലമ്പാതകളിലൂടെയും
അവർക്ക് കിട്ടുന്ന വാഹനങ്ങൾ ഉപയോഗിച്ച് മെലിഞ്ഞ ഒരു ഒട്ടകമാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ പുറത്ത് കയറിയിട്ടെങ്കിലും വരട്ടെ. ഫ്ലൈറ്റിന് പോകാൻ കാശില്ലാത്തവൻ അവൻ കപ്പലിൽ പോകട്ടെ, അല്ലെങ്കിൽ എന്ത് വാഹനമാണോ അവന് സാധ്യമാവുക ആ വാഹനത്തിലൂടെ അവൻ ഹജ്ജിനെത്തട്ടെ എന്നാണ് അല്ലാഹുവിന്റെ ആയത്തിന്റെ താല്പര്യം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു, ജിഹാദ് കഴിഞ്ഞാൽ ജീവനും ശരീരവും സമ്പത്തുമെല്ലാം ചെലവഴിക്കുന്നതാണ് ജിഹാദ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഹജ്ജാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് പ്രവാചകരെ? ഫഖാല ഈമാനു ബില്ലാഹി വ റസൂലി, അവിടെ പറഞ്ഞു ഒന്നാമതായി അല്ലാഹുവിലും അവന്റെ റസൂലിനുമുള്ള ഈമാനാണ്. ഖീല സുമ്മ മാദാ, പിന്നെ ഏതാണ് പ്രവാചകരെ? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ധർമ്മസമരമാണ്. ഖീല സുമ്മ മാദാ, പിന്നെ വീണ്ടും ചോദിച്ചു കിടന്ന് ഏതാണ്? അവിടുന്ന് പറഞ്ഞു ഖാല ഹജ്ജുൻ മബ്റൂർ, പുണ്യകരമായ ഹജ്ജാണ്, പുണ്യകരമായ ഹജ്ജാണ്. ജിഹാദ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. മറ്റൊരിക്കൽ അവിടുന്ന് പറയുകയുണ്ടായി, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു റസൂലയോട്, അലാ നഖ്റുജു ഫനുജാഹിദ മഅക, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളും നിങ്ങളുടെ കൂടെ ജിഹാദിന് വരട്ടെ, സ്ത്രീകൾ ഞങ്ങളും നിങ്ങളുടെ കൂടെ ജിഹാദിന് വരട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഞങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു, ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മമാണ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് എന്ന്. ഖാല, അവിടുന്ന് പറഞ്ഞു, ലാ, അങ്ങനെയല്ല, വലാകുന്ന, നിങ്ങളുടെ സ്ത്രീകൾക്ക് അഹ്സനുൽ ജിഹാദി വഅജ്മലു, ഏറ്റവും ത്യാഗമായിട്ടുള്ള ജിഹാദും സുന്ദരവുമായിട്ടുള്ളത് ഹജ്ജുൽ ബൈത്തി, അത് അല്ലാഹുവിന്റെ കഅബത്തിൽ ഹജ്ജ് ചെയ്യലാണ്. ഹജ്ജുൻ മബ്റൂറുൻ, പുണ്യകരമായ ഹജ്ജാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ജിഹാദ് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മാത്രമല്ല, ജിഹാദിന് കഴിയാത്ത ആരോഗ്യമില്ലാത്ത ആളുകൾക്ക്, അതേപോലെ തന്നെ ജിഹാദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചുകൂടെ നിലകൊള്ളുന്ന ഒരു ഇസ്ലാമിക രാജ്യത്തിലാണ് ഈ പറയുന്നത് കേട്ടോ. അവിടെയുള്ള ആ ജിഹാദിൽ തന്നെ പട്ടാളത്തിൽ ചേരാൻ കഴിയാത്ത ആളുകൾക്ക്, അത് പുരുഷന്മാരാണെങ്കിലും അവർക്കുള്ള ജിഹാദാണ് ഹജ്ജ് മബ്റൂർ, സ്ത്രീകൾക്കുള്ള ജിഹാദാണ് ഹജ്ജ് മബ്റൂർ എന്ന് പറയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കേട്ടതിന് ശേഷം പിന്നെ ഒരൊറ്റ വർഷവും അവിടുന്ന് ഹജ്ജ് ഒഴിവാക്കിയിട്ടില്ല. കാരണം അവർ ജീവിക്കുന്നത് മദീനത്താണ്, അതുകൊണ്ട് അവർക്ക് എല്ലാ വർഷവും പോകാം. നമുക്കങ്ങനെ സാധ്യമാവില്ല, അല്ലെ? അങ്ങനെ നിർബന്ധവുമില്ല, ഒരിക്കൽ ചെയ്താൽ മതിയാവും. പക്ഷെ അവരൊരു വർഷവും ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. മാത്രമല്ല, ഹജ്ജ് ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന്റെ ആളുകൾ, അള്ളാഹിന്റെ സ്വന്തക്കാരെന്നാണല്ലോ പറഞ്ഞത്. സൂറത്ത് ആലി ഇംറാനിൽ പറഞ്ഞു, വലില്ലാഹി അലന്നാസ്, മനുഷ്യരിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിന്റെ ആളുകൾ, ഹജ്ജുൽ ബൈത്തി, അവർ കഅബയിൽ ഹജ്ജ് ചെയ്യുന്നവരാണ്. അവര് മൻ ഇസ്തതാ ഇലൈഹി സബീല, അതിലേക്കുള്ള മാർഗം സാധ്യമായ ആളുകള് ഹജ്ജ് ചെയ്യുന്നുവെങ്കിൽ അവർ അള്ളാഹിന്റെ ആളുകളാണെന്ന് അള്ളാഹ് പറയുന്നു. മാത്രമല്ല, ആ ഹജ്ജിന് അല്ലാഹു നിശ്ചയിച്ചുള്ള പ്രതിഫലം സ്വർഗ്ഗമാണ്. വൽ ഹജ്ജു മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വൽ ഹജ്ജു മബ്റൂർ, പുണ്യകരമായ ഹജ്ജാവട്ടെ, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അതിനുള്ള പ്രതിഫലം സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഇവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടാനുള്ള ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്. മുഴുവൻ പാപങ്ങളും അല്ലാഹു പൊറുക്കും എന്നാണ്. കാരണം എന്റെ ഹജ്ജിൽ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചാമത് എണ്ണിയതിൽ വേറൊരു ഹിക്മത്ത് കൂടെ ഉണ്ട്. കാരണം നിസ്കാരത്തിൽ നിസ്കാരം മാത്രമേ ഉള്ളൂ, നോമ്പിൽ നോമ്പേ ഉള്ളൂ, സക്കാത്തേ ഉള്ളൂ. പക്ഷെ ഹജ്ജിൽ അങ്ങനെയല്ല. ഹജ്ജിൽ എന്തൊക്കെയുണ്ട്? ഈ തൗഹീദിന്റെ ഷഹാദത്തുണ്ട്, അതുപോലെ സദഖയുണ്ട്, അതുപോലെ തന്നെ നോമ്പുണ്ട്, അതുപോലെ അങ്ങനെ എല്ലാ 5 കാര്യങ്ങളും കൂടെ അടങ്ങിയിരിക്കുന്ന പ്രത്യേകമായി അതിലൊരു ബലിയുമുണ്ട്. അങ്ങനെ എല്ലാ ഇബാദത്തുകളും അടങ്ങിയ ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലം സ്വർഗമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുക,
ആരെങ്കിലും ഹജ്ജിന് വേണ്ടിയിട്ട് സ്ത്രീ സംസർഗമില്ലാതെ അതുപോലെ തന്നെ തിന്മകൾ ചെയ്യാതെ ഒരാൾ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ തന്റെ ഉമ്മ പ്രസവിക്കുമ്പോ എത്രമാത്രം നിഷ്കളങ്കമാണോ, എത്രമാത്രം വിശുദ്ധമാണോ, അതേപോലെ ഹജ്ജ് ചെയ്തു വരുന്ന ആളുകളെ വിശുദ്ധരായിരിക്കും. അങ്ങനെയാണോ? അള്ളാഹ് റസൂൽ പറഞ്ഞു അങ്ങനെയാണ്. അങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജ് ചെയ്ത് വന്നിട്ട്? ആണെങ്കിൽ സ്വർഗ്ഗമുണ്ട് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ആവണം എന്നാണ്. ചില ആൾക്കാർ പറയാറുണ്ട് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എന്തെങ്കിലുമൊക്കെ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും കൊടുത്തിരുന്നു, ഒരു നല്ല സ്വഭാവമായിരുന്നതൊക്കെ. അതിന് പോയി വന്നതിന് ശേഷം പിന്നെ ഒരു മനുഷ്യനായിട്ടൊരു ബന്ധുവില്ല, ഒരു 10 പൈസ ആൾക്ക് കൊടുക്കണമില്ല. ആള് ഭയങ്കര പിശുക്കനും മരണനായി മാറിയിരിക്കുന്നു. ധാരാളം ആളുകളെ കുറിച്ച് എന്നോട് പല ആളുകളും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ. എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്? നിയ്യത്ത് ശരിയാവാത്തത് കൊണ്ടാണ്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, അവരെ ഹജ്ജ് സ്വീകരിക്കുകയും അവരെ അള്ളാഹു സംസ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആവരുത്. അതെന്തുകൊണ്ടാ വെച്ചാൽ ചില ആളുകൾ ഹജ്ജിന് പോകുന്ന ടൂർ പാക്കേജാണ്. ഹജ്ജിന് പോയിട്ട് വന്നിട്ട് പറയുന്ന പരാതികൾ AC വർക്ക് ചെയ്തില്ല, ഭക്ഷണം ശരിയായില്ല, അതായില്ല, ഇതായില്ല, ആകെ തിന്നലും ഉറങ്ങലും കുടിക്കലും പരാതി മാത്രമാണ്. അപ്പൊ ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ഇത്ര സൗകര്യം അല്ലാഹു തന്നു, അത് അനുഭവിക്കൽ ഹറാമെന്നല്ല, അനുഭവിക്കൽ ഹലാല. പക്ഷെ അതിനായിട്ട് നെയ്യത്തിന് പോകാൻ പാടില്ല. അതിന് കുറവായിക്കോട്ടെ അല്ലെ? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി സഹാബത്തൊക്കെ എങ്ങനെ ഹജ്ജിന് പോയത്, സഹാബത്ത് എങ്ങനെ ചെയ്ത്, ഈ വക പരാതി അവർക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നു? പക്ഷെ നമുക്ക് ഭയങ്കര പരാതിയാണ്. അതുപോലെ ലക്ഷങ്ങള് മുടക്കിയിട്ട്, ഒരുപാട് പൈസ മുടക്കിയിട്ട് ഹജ്ജിന് പോയി 5 സ്റ്റാർ ഹോട്ടലൊക്കെ പോയി അങ്ങനെ ഇരുന്ന് ഹജ്ജിൻ്റെതായ ഒരു ഹുറുമത്ത് കിട്ടുന്നില്ല പലർക്കും. അധിക സമയവും ഹജ്ജിന്റെ സ്ഥലങ്ങളിലാണ് ചെലവഴിക്കേണ്ടത്, സ്റ്റാർ ഹോട്ടലിന്റെ AC-ലല്ല. അധിക സ്ഥലം സമയം ഹജ്ജിന് പോയാൽ ഒരു റക്അത്തിന് 1 ലക്ഷം റക്അത്ത് പ്രതിഫലമുള്ള മസ്ജിദുൽ ഹറമിൽ അതിനാണ് നിശ്ചയിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ സമയം കളയേണ്ടത്. അതുപോലെ മസ്ജിദുൻ നബിയിൽ അവിടെ സമയം കളയേണ്ടത്. അവിടെ നിൽക്കുന്നില്ല പുണ്യം, അവിടെ നിന്ന് മരിച്ച സ്വർഗ്ഗ. AC-യിൽ പോയി കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാനോ അതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടൂലേ? അതിനുവേണ്ടി ഇത്രയും ചെലവാക്കി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഹജ്ജിന്റെ നിയ്യത്ത് മാറരുത്. ആളുകൾക്കൊന്ന് മാറിപ്പോവുക ഹജ്ജിന്റെ നിയ്യത്ത്. ഹജ്ജിന് ഉംറക്കൊക്കെ പോകുമ്പോ ഏറ്റവും അത്യാധുനിക സൗകര്യമുള്ളതിന് വേണ്ടി പൈസ ചെലവാക്കി പോയിട്ട് അങ്ങനെ ഓരോരുത്തരുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ സ്വീകരിക്കാം. പക്ഷെ അത് ആവരുത് ചിന്ത, അങ്ങനെ ആവരുത്. മാത്രമല്ല ഹജ്ജ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങള്, പാപങ്ങൾ മുഴുവനും ഇല്ലാതാക്കാൻ, പുണ്യങ്ങൾ മുഴുവനും നേടിയെടുക്കാനാണ് നമ്മളെ പോകുന്നത്. നമ്മുടെ ജീവനിൽ നമുക്ക് ബുദ്ധി വെച്ചത് മുതൽ നമ്മുടെ ഓർമ്മയിലുള്ള സകല പാപങ്ങളും റബ്ബിന്റെ മുമ്പിൽ തെരഞ്ഞുകൊണ്ട് കഴുകിക്കളയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ പൈസയും ആ യാത്രയും ആ സമയവും വേസ്റ്റാണ്. നമുക്ക് ഓർമ്മയുള്ള സകല പാപങ്ങളും അല്ലാഹു നമ്മൾ കഴുകിക്കളയണം. നമുക്ക് ഓർമ്മയില്ലാത്ത പാപങ്ങളും അല്ലാഹുവോട് പറയണം, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു. 5 നേരവും അത്തഹിയ്യാത്ത് നമ്മൾ ഓതുന്ന പ്രാർത്ഥനയാ. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ, ഞാൻ മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് പാപങ്ങളുണ്ട് റബ്ബേ. അത് പറയുമ്പോ കഴിഞ്ഞ പാപങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. സങ്കടമുള്ള പശ്ചാത്താപമുള്ള ആ മനസ്സിൽ നിന്നാണ് ആ പ്രാർത്ഥന വരേണ്ടത്. ഒമാ അഖറതു, ഞാൻ പിന്തിച്ചു പോയ പിന്നീട് ചെയ്ത പാപങ്ങളുമുണ്ട്, ചെയ്യാതെ വിട്ട നന്മകളും ഉണ്ട് റബ്ബേ. ഒമാ അസ്റർതു, ഞാൻ പരസ്യമായിട്ട് ചെയ്ത പാപങ്ങളുണ്ട്. ഒമാ അലൻതു, ഞാൻ രഹസ്യമായിട്ട് ചെയ്ത കാര്യം. ഒമാ അസ്റർതു, ഞാൻ രഹസ്യമായിട്ടും, ഒമാ അലൻതു, ഞാൻ പരസ്യമായിട്ടും ചെയ്ത കാര്യങ്ങളുണ്ട്. ഒമാ അസ്റഫ്തു, ഞാൻ പരിധി വിട്ടുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, നീയാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ പടച്ചവനെ. അതിങ്ങനെ പറയുമ്പോഴേ ഹൃദയത്തിൽ ഇങ്ങനെ വരുമ്പോ നമുക്ക് ആ മുഖത്തായി എക്സ്പ്രഷൻ ഉണ്ടാവും, നമ്മുടെ കണ്ണ് സജ്ജനമാകും, നമ്മുടെ മനസ്സ് വിതുമ്പോ. ഓരോ നിസ്കാരത്തിനും അങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. പ്രത്യേകിച്ച് അള്ളാന്റെ ഹറമിൽ പോയി കാബയിൽ നിസ്കരിക്കുമ്പോ ഈ പ്രാർത്ഥനകളെ ചെല്ലുമ്പോ ഉള്ളിനെ കിടന്ന് പടയണം. ഈ പ്രാർത്ഥനയോടെ എന്റെ റബ്ബന്റെ പാപങ്ങളൊക്കെ പൊറിച്ചു തന്നിട്ട് എനിക്ക് പോകണം. അറഫയിൽ പോയി നിസ്കരിക്കുമ്പോഴും മിനയിൽ നമസ്കരിക്കുമ്പോഴും ഒക്കെ അവിടെയെല്ലാം നിന്ന് പ്രാർത്ഥിക്കുമ്പോ ഈ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാം.
പാപമോചനത്തിന്റെ പ്രാർത്ഥനകളുമായി പ്രാർത്ഥിക്കാം. എന്നാൽ അല്ലാഹു അല്ലാത്തവരെങ്ങാനും നിങ്ങൾ വിളിച്ചു പോയാൽ, അത് ഇവിടെ നിറങ്ങുമ്പോഴാണെങ്കിലും അവിടെ ചെന്നിട്ടാണെങ്കിലും അള്ളാഹ് ഒരിക്കലും പാപങ്ങൾ പുറത്തു തരികയില്ല. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ, അതിനുവേണ്ടി ഒരുപാട് ജീവനുകൾ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദിൽ അർപ്പിച്ച ആ സ്വഹാബത്തിന്റെ ത്യാഗങ്ങളുടെ പരമായ മക്കയിലും മദീനയിലും ചെന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ടും ആ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ശിർക്കിന്റെ പ്രാർത്ഥന നടത്തിയാൽ അള്ളാഹു ഒരിക്കലും ഹജ്ജെന്നല്ല, അവന്റെ നമസ്കാരം പോലും സ്വീകരിക്കില്ല. അവൻ മുശ്രിക്കാണ്. അള്ളാഹു റസൂലോട് അള്ളാഹ് പറഞ്ഞില്ലേ, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക, ഓ നബിയേ, നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുള്ളവർക്കും ഞാൻ വഹീ നൽകിയിട്ടുണ്ട്. ലഇൻ അശ്റക്ത, അല്ലാഹു നിങ്ങൾ ഏതെങ്കിലും പങ്കു ചേർത്ത് കഴിഞ്ഞാൽ ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം അമലുകളെല്ലാം ഞാൻ പാഴാക്കി കളയും നബിയേ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ നശിച്ചവരിൽ നിങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇതാരോടാ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുക, നബിയെ, നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുള്ള അമ്പിയാക്കന്മാർക്കും ഞാൻ വഹി നൽകിയിട്ടുണ്ട്. എന്താ നൽകിയത്? അള്ളാഹു നിങ്ങൾ ശിർക്ക് ചെയ്താൽ, പങ്കു ചേർത്താൽ നിങ്ങളുടെ അമലുകളെല്ലാം ഞാൻ പാഴാക്കി കളയും, നിങ്ങൾ നഷ്ടം സംഭവിച്ചാൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്ന്. അപ്പൊ നമ്മളെത്ര ഗൗരവത്തോടെ കാണേണ്ട വിഷയം അത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ അജ്മീർ ഖ്വാജ കാക്കണേ, ഞാൻ വന്നിട്ട് അങ്ങോട്ട് വരാം. മമ്പുറത്തെ തങ്ങളെ കാക്കണേ, ഞാൻ വന്നിട്ട് അങ്ങോട്ട് വരാം. ആരാ കാക്കേണ്ടത്? ആരാ ഹജ്ജിന് വിളിച്ചതാരാ? പടച്ച റബ്ബ്. ആ റബ്ബിന്റെ വിളിക്കുത്തരം നൽകാൻ പോകുമ്പോ റബ്ബിന്റെ അടിയാറിനെ വിളിച്ചുകൊണ്ട് എന്നെ കാക്കണേ എന്ന് പറയുന്നതിനേക്കാൾ വിഡ്ഢി, അതിനേക്കാൾ നശിച്ചവന്മാർ ആരാണുള്ളത്? അത് അല്ലാഹു പൊറുക്കാത്ത മഹാപാപമാണ്. അള്ളാഹുനെ മാത്രം ആരാധിക്കുക, അവനോ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിത്തറ. ഫൗണ്ടേഷൻ തന്നെ ഇല്ലാണ്ടായ പിന്നെ അതിന്റെ മേലെ എന്താ കെട്ടിപ്പൊക്കുക? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലറിയണം. കാരണം ലോകത്തിലെ മനുഷ്യരുടെ സത്യമില്ല, എല്ലാ നിർമ്മാണവും ഉണ്ടായ കഷ്ടപ്പാടുകളും മുഴുവൻ അനുഭവിച്ച ആളാണ്. എല്ലാ നിർമ്മാണമായ കഷ്ടപ്പാട് ഒരുമിച്ച് കൊടുത്ത അതാണ്. അതുകൊണ്ട് അവിടത്തെ
പക്ഷേ ഒരു വാക്കുമായി കാക്കണേ കാണണേ രക്ഷിക്കണേ പരിഗണിക്കണേ എന്ന് പറഞ്ഞാൽ അവരുടെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇത്രമാത്രം കഷ്ടപ്പെട്ടത്, ഇത്രമാത്രം പ്രയാസം സഹിച്ചത്. അങ്ങനെ പറയുന്നത് ഇല്ലാത്തവനാണ്. അതുകൊണ്ട് ആ രീതി ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല ഹജ്ജ് ചെയ്യുന്നത് നേരത്തെ ആക്കണം, ഹജ്ജ് വൈകിപ്പിക്കാൻ പാടില്ല. അല്ലാഹു ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എത്രയും വേഗം അത് ചെയ്യേണ്ടതാണ്. പിന്നീട് ചിന്തിക്കണ്ട. കാരണം എന്താണ്? പിന്നീട് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. ചിലപ്പോൾ രോഗിയാവാം, ചിലപ്പോൾ യാത്രാമാർഗം മുടങ്ങാം, ചിലപ്പോൾ സാധാരണ ചെലവാകാം. മുമ്പൊക്കെ ഒരു സാധാരണക്കാരൻ ശ്രമിച്ച ഹജ്ജിന് മുമ്പായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ ഒരുപാട് ലക്ഷങ്ങളായി ഇപ്പോ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ യാത്രയ്ക്കുള്ള നിങ്ങളുടെ മാർഗങ്ങളും സൗകര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടമാകാം. അതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്രയും വേഗം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ രോഗിയാകാം, അല്ലെങ്കിൽ നിങ്ങൾ ദരിദ്രനായി പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനപ്രയാസം ഉണ്ടാകാം. അതുകൊണ്ട് മാത്രമല്ല ആരംഭത്തിലുള്ള സമയത്തെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ശരിക്കും ചെയ്യാനാവും. ഒമ്പതൊക്കെ അറിയില്ലേ? പിന്നെ ഹജ്ജിന് പോയാലോ അല്ലെ? മുമ്പത്തെ പോലെ കാല് നിൽക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ഒരു 10 മീറ്റർ നടക്കണമെങ്കിൽ 1 മണിക്കൂർ നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ്. 1 മണിക്കൂർ അല്ലെ ഒരു കാല് വെക്കാൻ പറ്റുകയാണെങ്കിൽ മിനിറ്റുകളോടെ കഴിഞ്ഞാൽ ഒരു കാല് അത്രയും തിരക്കാണ്. അതുകൊണ്ട് തന്നെ ആ ക്ഷമയോടെ അവിടെ നിൽക്കാൻ ഒരുപാട് ഷുഗർ കയറിയാൽ, കൊളസ്ട്രോൾ കയറിയാൽ, പ്രഷർ കയറിയാൽ അവിടെ നിൽക്കാൻ പ്രയാസമായി തരും. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള സമയത്ത് എത്രയും വേഗം ചെയ്തോ എങ്കിലും ലഭിക്കും. അതുമാത്രമല്ല അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജിന് പോകാത്ത ആളുകൾ കൂടുതലാവുന്നത് ഖിയാമത്ത് നാൾ അടുത്തു വരുന്നു എന്നതിന്റെ ലക്ഷണമാണ്. ലാ തഖൂമു സാഅതു, അന്ത്യനാൾ നിലവിൽ വരികയില്ല. ഹത്താ ലാ യുഹജ്ജൽ ബൈതു, ഹജ്ജ് ചെയ്യാതെ ആളുകൾ പോകാതിരിക്കുന്നത് വരെ. എന്ന് പറഞ്ഞാൽ ഹജ്ജ് നടക്കാതെ നടത്തു വരുന്നു എന്നാണ്. അതുപോലെ തന്നെ ഹജ്ജിന്റെ സ്ത്രീകള് ഹജ്ജിന് പോകുമ്പോ മഹറമില്ലാതെ ഹജ്ജിന് പോകാൻ പാടില്ല. മഹറമില്ലാതെ സ്ത്രീകൾ യാത്ര ചെയ്യാൻ പാടില്ല. ഏത് യാത്രയാണെങ്കിലും ഹജ്ജിനാണെങ്കിലും നമ്മുടെ ഗവൺമെന്റോ മറ്റു ഗവൺമെന്റോ നമുക്ക് അനുവാദം, പക്ഷെ അനുവാദമില്ല. അത് മനസ്സിലാക്കുന്നതോടെ മനസ്സിലാക്കണം. ആ സൗദി ഗവൺമെന്റ് അനുവാദം വേണം, ഇന്ത്യൻ ഗവൺമെന്റ് അനുവാദം, ഗവൺമെന്റുകളോ ജനങ്ങളോ അല്ല. ഹജ്ജിനെന്ന് നിയമം പറയുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് സ്ത്രീകൾ മഹറമില്ലാതെ ഹജ്ജിന് പോകാൻ പാടില്ലാതെ അല്ലാഹു പറഞ്ഞിരിക്കുമ്പോ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം അല്ലാഹുവിന് പാപങ്ങൾ കൊടുക്കാൻ, നന്മ ലഭിക്കാനാണ് പോകുന്നത് എന്ന് ഓർമ്മയുണ്ടാകണം. അതുപോലെ തന്നെ പേരുകാത്ത അമീറുണ്ട്, ഇന്ന ഉസ്താദ് ഇന്ന അമീർ, അതൊന്നും മഹറമില്ലാതെ ഹജ്ജിന് പോകാൻ കാരണമല്ല. മഹറമിനോട് തന്നെ ഹജ്ജിന് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്നവരെ ചൂഷണം ചെയ്യുന്ന ധാരാളം ഇന്ന് ഗ്രൂപ്പുകളും അതുപോലെ ട്രാവൽസുകളൊക്കെ അള്ളാഹുവിന്റെ വിരുദ്ധക്കാരാണ് ഹാജിമാർ. അവരെ ചൂഷണം ചെയ്യുന്നവരെ അള്ളാഹുവാണ് പിടികൂടുക. അതുകൊണ്ട് ആ കാര്യം വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട്. ഹജ്ജിന് പോകുന്നത് പണക്കാരാണെന്ന് വിചാരിക്കുന്ന ആളുകള് അള്ളാഹുവിന്റെ പാപ്പരായിട്ടായിരിക്കും അവർ പടച്ചവത്തിൽ ഹാജരാകുക. അതുകൊണ്ട് ഹാജിമാരെ ചൂഷണം ചെയ്യാൻ പാടില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഹജ്ജ് എന്നത് ഈമാനിന്റെ ഇസ്ലാമിന്റെ പൂർത്തീകരണമാണ്. അതിന് കഴിവുള്ള ആളുകൾ എത്രയും വേഗം ചെയ്തില്ലെങ്കിൽ, അത് ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി വേണ്ടപ്പെട്ടവർ ചെയ്തിട്ടില്ല എങ്കിൽ പൂർത്തിയാകാത്ത ഇസ്ലാമുമായിട്ടായിരിക്കും മനുഷ്യരിൽ ഹാജരാക്കപ്പെടുക. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ.